നമ്മൾ ഡേ ബൈ ഡേ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ആപ്പിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രൊജക്റ്റിന്റെ നെയിം, ക്ലയന്റ് നെയിം, അതുപോലെ ലൊക്കേഷന്, നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതുപോലെ തന്നെ നമ്മുടെ എത്ര നാളാണ് ഉള്ളത്, നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, ഫ്ലോട്ട് സൈസ് എത്രയാണ്, ബിൽഡപ്പ് ഏരിയ എത്രയാണ്, ഫ്ലോർ എത്രയാണ്, റൂം എത്രയാണ്. ഫ്ലോർ ഇപ്പൊ നമ്മൾ ഒന്ന് കൊടുക്കുന്നുള്ളെങ്കിൽ ഒന്ന്. ഇവിടെ നമ്മുടെ എത്ര ഫ്ലോർ ആണ്, എത്ര റൂമാണ് ഉള്ളത്, നമ്മുടെ ഫൗണ്ടേഷൻ ഏതാണ്, നമ്മുടെ സ്ട്രക്ചർ ഏതാണ്, നമ്മുടെ വാൾ മെറ്റീരിയൽ ഏതാണ്, നമ്മുടെ റൂഫ് ടൈപ്പ് ഏതാണ്, ഫ്ലോറിംഗ് ടയർ ഏതാണ്, ഇതേപോലുള്ള നമ്മുടെ കൃത്യമായിട്ടുള്ളത് ചെയ്തിട്ട് നമ്മുടെ ഫ്ലോർ പ്ലാൻ കൂടെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫ്ലോർ പ്ലാൻ കൂടെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ പോയിട്ട് ജനറേറ്റ് ഷെഡ്യൂൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അവിടെ അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് ഇതേപോലത്തെ ഒരു ഫേസ് ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ നമുക്ക് ലാംഗ്വേജ് മാറണമെങ്കിൽ നമുക്ക് ഇവിടെ ലാംഗ്വേജ് മാറ്റാം കേട്ടോ. പല ലാംഗ്വേജ് നമുക്കുണ്ട്. നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കുഴപ്പമില്ല. ഞാൻ ഇംഗ്ലീഷാണ് എടുത്തേക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഇത് വന്നേക്കണത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 9 മാസമാണ് ഇവിടെ കൊടുത്തേക്കണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 270 ടാസ്കുകളാണ് പറയുന്നത്. അപ്പൊ ആ ടാസ്കുകൾ വെച്ചിട്ട് ഓരോ ദിവസം ഇപ്പൊ ഞാൻ കൊടുത്തേക്കുന്നത് 14 തീയതി സെപ്റ്റംബറിലാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് 14 തീയതി സെപ്റ്റംബറിനകത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള 9 മാസം കൊണ്ട് നമ്മൾ തീർക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓരോ ദിവസവും 14 തീയതി, 15 തീയതി, 16 തീയതി നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കീ. നമുക്ക് ഡ്രോയിങ് കൃത്യമാക്കുക, നമ്മുടെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ട സമയം. അടുത്ത നമ്മുടെ സ്റ്റേജ് 2 നമ്മൾ പോയേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് ഇതുണ്ട്. സൈറ്റ് ക്ലിയർ ചെയ്ത് ലെവൽ ചെയ്യണം, ഫൗണ്ടേഷൻ ഇതേപോലെ നമുക്ക് ഈ ഒരു മൈൽ സ്റ്റോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വേണ്ടതെന്നാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസമാണ് നമുക്ക് പേയ്മെന്റ് അടുത്ത സ്റ്റേജ് ബേസ് വരെ നമുക്ക് വരുന്നത്, അതുപോലെ തന്നെ വേണ്ട ഇവിടെ മൈൽ സ്റ്റോൺ നമ്മൾ തീർക്കേണ്ടത്, അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് വേണ്ട ഓരോ ദിവസം വേണ്ട ലേബർ ഏതാണ്, മെറ്റീരിയൽ ഏതാണ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മെറ്റീരിയലോ കാര്യങ്ങളോ എടുക്കേണ്ടതാണെങ്കിൽ അത് എന്നാണ് എടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള ഡെഡ് ലൈൻസ്, പെയിന്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഡ് ലൈൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ഒരു ഡേ ബൈ ഡേ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഇവിടെ കൊടുത്തത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഷെഡ്യൂൾ കിട്ടി, ഇതിനകത്ത് നമുക്ക് ചേഞ്ചസ് വേണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചേഞ്ചസ് വരുത്താന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഡേറ്റ് വന്നു ഞാൻ കണ്ടോ, ജൂൺ 1 തീയതിയാണ് നമുക്കിവിടെ ഫൈനലായിട്ട് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ജൂൺ 1 എന്നുള്ളത് നമുക്ക് ഒരു ഓഗസ്റ്റ് 15 നമുക്ക് ആക്കണം എന്ന് വിചാരിച്ചു 2027. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് നേരെ ഇവിടെ പോവുക. ഇവിടെ പോയിട്ട് മേജർ ഡേറ്റ് എടുക്കണ്ടോ, മേജർ ഡേറ്റ് പോയിട്ട് ഇവിടെ ജൂൺ 1 പകരം ഇവിടെ 15/8/2027 ആക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഏതെങ്കിലും പെയിന്റിങ്ങിന്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന്റെയോ അല്ല റൂഫിങ്ങിന്റെ അതുപോലെ എന്തെങ്കിലും നമുക്ക് ഡേറ്റുകളോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അപ്പുറത്തേക്ക് ചേഞ്ച് ആവും. നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ജൂൺ എന്നുള്ള മാറിയിട്ടുണ്ടാവും. അപ്പം കണ്ടോ, ഓഗസ്റ്റ് 15 അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഡേറ്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡേറ്റുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോ ഓരോ ഡേറ്റ് ബൈ ഡേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട സമ്മറി ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോ മൈൽ സ്റ്റോണുകൾ എന്തൊക്കെയാണ് ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത് ഉൾപ്പെടെയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡേ ബൈ ഡേ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് വന്നത്. ഇനി അത് കൂടാതെ ഇവിടെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സലിലേക്ക് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഡൗൺലോഡ് ചെയ്തു, ഇങ്ങനെ ഇവിടെ എടുത്തു. അപ്പൊ ഇവിടെ കണ്ടു, ഇവിടെ എനേബിൾ എഡിറ്റിംഗ് കൊടുത്തു. അപ്പൊ എനിക്ക് എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാം. ഇനി എനിക്ക് ഇവിടെ എക്സലിന്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ ഈ ഡേറ്റ് ബൈ ഡേ ആയിട്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്കിവിടെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസും കാര്യങ്ങളും വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ബൈ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊജക്റ്റിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലേക്കാണ് വന്നേക്കണേ. ഇനിയിപ്പോ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ നമ്മൾ ഇതേപോലെ എക്സൽ ഷീറ്റും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ പ്രൊജക്ട് പ്ലാൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചാറ്റ് പോയിട്ട് നമ്മൾ ഈ എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ പോയിട്ട് ആ ചാറ്റ് പോയിട്ട് ഞാൻ എക്സൽ ഷീറ്റ് അങ്ങ് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി, ഇത് മിസ്റ്റർ രാജുവിന്റെ ഡേ ബൈ ഡേ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ ഞാൻ പറയുന്ന ഡേറ്റിൽ ഓരോ ദിവസം നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരിക. നമ്മളവിടെ ഇത്രയും കൊടുത്തിട്ട് നമ്മളവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് ആ ഒരു ഡേറ്റയും കാര്യങ്ങളൊക്കെ അവിടെ സെയിം ആയി. ഇപ്പൊ ഞാനിവിടെ പറയുവാണ്, നവംബർ 10 ഞാൻ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ മെറ്റീരിയലാണ്, എത്ര ലേബർ ആണ് വേണ്ടത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ നവംബർ 10 മുതൽ 17 വരെയുള്ള ദിവസത്തിലുള്ള 7 ദിവസത്തെ പ്ലാന് കൃത്യമായിട്ട് ടേബിൾ ആക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് തരിക. ഞാനിത് ആ 10 മുതലുള്ള വർക്കുകളാണ് എനിക്ക് തരാൻ പറഞ്ഞത്. മിസ്റ്റർ രാജു കോട്ടയത്തിന്റെ നവംബർ 10 മുതൽ ഉള്ള ദിവസങ്ങളിൽ. അപ്പൊ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ നേരം നമ്മൾ എത്ര പേരാണ് അവിടെ വേണ്ടത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ചേഞ്ചസ് വരുത്തില്ല. ഇപ്പൊ നമുക്ക് പറയുകയാണ്, എനിക്ക് അന്ന് എനിക്ക് 4 പേരേ ഉള്ളൂ, അല്ല 5 പേരേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് എനിക്ക് ഇവിടെ ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുത്താം. അന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് വേണ്ട മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് വേണ്ട അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു വർക്ക് ഇപ്പൊ നാളത്തെ വർക്കാണെങ്കിൽ ആ നാളത്തെ വർക്കിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന സാധനങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് നമുക്കറിയാം. അന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാം.
അന്ന് നമ്മൾ പ്രധാനമായിട്ടും അത് പണി കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ രീതിയില് ഒരു വീക്കിന് മുമ്പേ ആയിട്ട് നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് ഈ രീതിയിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പോയാൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രധാന കാര്യങ്ങളെല്ലാം നമ്മൾ ആ ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റും. അല്ലെ പിന്നെ നമ്മളെല്ലാം കൂടെ അവസാന ദിവസം ചെയ്യേണ്ടി വരും. അതേപോലെ കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിംഗ് വരെയുള്ളത് ഡേ ബൈ ഡേ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം. അതുകൂടാതെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇനിയിപ്പോ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വേണമെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് ഇത് കൊടുത്തു. എന്നിട്ട് ഞാനിത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഇതിന്റെ അകത്ത് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്, ഏതൊക്കെ മെറ്റീരിയലുകളാണ് ഞാനത് സ്റ്റോർ ചെയ്യേണ്ടത്, എത്രയൊക്കെ മാൻ പവറുകളാണ് വേണ്ടത്, അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറയുക. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 12-ാം തീയതി നടക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഒരു വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കാണെങ്കിലും ഈ കൺസ്ട്രക്ഷൻ മാർക്കാണെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട മെയിൻ വർക്കുകൾ എന്താണ്, സെക്കൻഡറി വർക്ക് എന്താണ്, റെക്കമെൻഡഡ് മാൻ പവർ എന്തൊക്കെയാണ്, അതിലെ ഹെൽപ്പേഴ്സ് എന്തൊക്കെയാണ്, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം വരും. ഇതിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാം. രാവിലെ ക്വാണ്ടിറ്റി മുമ്പ് ഇൻസ്പെക്ഷൻ ചെയ്യണം. ഇത് കണ്ടോ? അപ്പോൾ കോളം സൈസ് ചെക്ക് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ രീതിയിലുള്ള ഷട്ടറിംഗ് ഇൻസ്പെക്ഷൻ ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. അതല്ല നമുക്കെന്ന് പറഞ്ഞാലും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുണ്ടോ ആ ടിക്ക് മാർക്ക് നമ്മൾ ഇത് ഓരോ സമയം നമ്മൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും 100% ഇത് റിയലിസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് നമുക്കൊരു ഫ്രെയിം വർക്കാണ്. ഈ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ള വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊരു ഫ്രെയിം വർക്ക് ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ ഈ ഒരു പാത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ വീക്ക് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യ നഷ്ടങ്ങളില്ലാതെ കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാ വർക്കുകളും തീർക്കാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അതല്ല ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യണം വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ മറന്നു പോകുമോ അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മൾ സമയത്ത് വരാതിരിക്കുവോ അങ്ങനെയൊക്കെ വരും. അതേസമയം നമ്മൾ ഇതേപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിലോ കൃത്യമായിട്ട് നമ്മൾ ₹1 പോലും നമുക്ക് അനാവശ്യമായിട്ട് പോകാതെ കൃത്യമായ ബഡ്ജറ്റിനുള്ളിൽ ആൾക്കാരെ കൊണ്ട് നമുക്ക് പണിയിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഒരു 10-15% എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അനാവശ്യ കോസ്റ്റുകൾ ഒഴിവാക്കി കൃത്യമായ ബഡ്ജറ്റിനുള്ളിൽ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.